ആര് ചീത്ത പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ല. പക്ഷെ ഐ ആം സോഷ്യലി റെസ്പോൺസിബിൾ. ഐ എം നോട്ട് ഇറസ്പോൺസിബിൾ ലൈക്ക് ദീസ് പീപ്പിൾ. ചുമ്മാ അവര് വെല്ലുവിളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാം. എന്നാ തമ്പിലുണ്ട്, അത് വീഡിയോന്റെ ഭാഗമാണ്. എന്നാ ചാനലൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കട്ടെ. പ്രമുഖ ഈ ബ്ലോഗറായ ശ്രീ രാജ് ടോക്സ്, അദ്ദേഹത്തിന് ഡ്യൂ റെസ്പെക്ട്സ്. അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദിവ്യ ശ്രീധർ ആൻഡ് ക്രിസ് വേണുഗോപാൽ, ഈ രണ്ടാളുകളുടെയും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അൺവാണ്ടഡ് ആയിട്ട് സൈബർ അറ്റാക്കിന് ഈ രണ്ടാളുകളും ഇരയാക്കപ്പെടാറുണ്ട്. ആ ഓരോ തവണയും ഞാൻ വീഡിയോസ് ഇതിനു മുമ്പ് പലതവണയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം നമ്മളിത് വീണ്ടും സംസാരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടാളുകളും പിരിഞ്ഞു എന്നുള്ള രീതിയിലോട്ടുള്ള കുറച്ച് ചർച്ചകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്നതിനെ തുടർന്ന് പിന്നീട് ക്രിസ് വേണുഗോപാൽ അദ്ദേഹം പുറത്തിറങ്ങുന്ന ടൈമിലൊക്കെ ആളുകൾ നോക്കിയിട്ട് മറ്റൊരു രീതിയിൽ, അതായത് ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന നിലയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നിങ്ങളാണെങ്കിൽ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ പുറത്ത് ഇത്തരത്തിൽ നിങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ വന്ന് പിന്നീട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ആ രീതിയിലുള്ള സംസാരങ്ങളും നോട്ടങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് തന്നെയാണ് ഈ രണ്ടാളുകൾക്കും അല്ലെങ്കിൽ ഇന്ന് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഒരു കാരണമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യ മാം തന്റെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു റീൽ വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണ് കരുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ഇങ്ങോട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെറ്റിയുടെ അവിടെ ഇങ്ങനെ ഒരു മുറിഞ്ഞ പോണക്കത്തെ ഒരു പാട് നിങ്ങൾ കണ്ടില്ലേ? ആക്ച്വലി ഇത് മേക്കപ്പ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് ക്രിസ് വേണുഗോപാൽ അദ്ദേഹം തല്ലിയതാണ് എന്നുള്ള രീതിയിലോട്ടൊക്കെ തന്നെ കമന്റ് ബോക്സിൽ ചില ആളുകളും പിന്നെ വീഡിയോക്കകത്തോടൊക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂല ഇത് മേക്കപ്പ് ആണെന്നുള്ള രീതിയിൽ. അപ്പം ഇതിന് ശേഷം രാജ് ടോക്സ് പുള്ളി ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദിവ്യ മാം ഇട്ടേക്കുന്ന സ്റ്റോറിക്കകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് പഞ്ചിന്റെ ജീവിതം ഒരു പാഠമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ റീസെൻ്റ് ആയിട്ട് ഭയങ്കര വൈറലായിട്ടില്ല ആ ഒരു കുരങ്ങൻ്റെ ഒരു സംഭവം. അപ്പം അത് കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റീൽ വീഡിയോയുടെ അതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ പ്രശ്നം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി അതല്ലല്ലോ. ഇപ്പം ഞാൻ ദിവ്യ മാമിൻ്റെ അടുത്ത് സംസാരിച്ച ടൈമിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു കുരങ്ങൻ്റെ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇടുന്ന സ്റ്റോറിയും സ്റ്റാറ്റസും അങ്ങനെ ഇന്നൊരു കാര്യം വിചാരിച്ചിട്ട് മാത്രമല്ലല്ലോ. അപ്പം ഇങ്ങനൊരു സ്റ്റോറി ഇട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീൽ കോണ്ടന്റ് ചെയ്തതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പിരിഞ്ഞു എന്നുള്ള രീതിയിലോട്ട് ആളുകളുടെ മുന്നിൽ ഒരു സംശയത്തിൻ്റെ നിലയിലോട്ട് മാറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതും പ്രത്യേകിച്ച് ഹാപ്പി ആയിട്ട് പോകുന്ന രണ്ടാളുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ദിവ്യമായിട്ട് ഞാൻ സംസാരിക്കുന്ന ആ ഒരു വോയിസ്, ഒപ്പം തന്നെ ക്രിസ് വേണുഗോപാൽ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ, അവരതിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എനിക്ക് കൂടിയുള്ള ഒരു വിമർശനമായിട്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത്. കാര്യം എനിക്കും ഇത്തരത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ തുടക്ക സമയങ്ങളിലൊക്കെ ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല ടോപ്പിക്സ് ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് ഇത് പറ്റിപ്പോയ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, തിരുത്തുക. പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്, ബ്രോ ഇത് ശരിയായില്ല, ഇത് വേണ്ടായിരുന്നു എന്നുള്ള പലപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മളിതിനെ ഉൾക്കൊള്ളുകയും ചില വിഷയങ്ങൾ ചില വീഡിയോസൊക്കെ നമ്മൾ ടേക്ക് ഡൗണും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പം പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എനിക്ക് കൂടിയുള്ളൊരു വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ എടുക്കുന്നത്. അപ്പം എന്താണെങ്കിലും ആദ്യം ദിവ്യമേ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനൊരു മോഹൻലാലും തിലകൻ സാറും കൂടിയിട്ടുള്ളൊരു ഡയലോഗ് കിട്ടിയപ്പോൾ ഞാനത് ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മനസ്സിൽ ഒരു ദുരുദ്ദേശം വെച്ചിട്ടല്ല, മക്കളാ, ഞാൻ ഒരു ദുരുദ്ദേശം വെച്ചിട്ട് ചെയ്തതല്ല. സാധാരണ ഒന്ന് ചെയ്യണം തോന്നി, ഓക്കെ ഞാനൊന്ന് ഇട്ടു, അത്രേ ഉള്ളൂ. എൻ്റെ മനസ്സിലൊന്നുമില്ല. പിന്നെ ആ കുട്ടിക്കുരങ്ങന്മാരുടെ ആ ഒരു വീഡിയോസ് ഇപ്പം ട്രെൻഡായിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ആ ഫീലിങ്സും കാര്യങ്ങളും അതുപോലെ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു എന്താണ് ആ സ്നേഹവും ഒറ്റപ്പെടലിൻ്റെതും അങ്ങനെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് ഇപ്പോഴൊന്നുമല്ല, എനിക്ക് മുന്നേ ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ സ്റ്റോറി ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് വാട്സപ്പിലൊക്കെ ഞാൻ ഇതൊക്കെ സ്റ്റോറി ഇടാറുണ്ട്. എനിക്ക് പ്രൊഫൈൽ പിക്കായിട്ട് ചിലപ്പോൾ ഞാൻ വെക്കാറുണ്ട്. അത് എന്താണ് നമ്മളെ ഫാമിലിയിൽ പ്രശ്നമുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല, എനിക്കത് ഇഷ്ടമാണ്. അത് നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് നമ്മൾ ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും നമുക്ക് എന്താണ് അത് സ്റ്റോറി ഇടാനും ഒക്കെ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഒരു കൊടുക്കുന്നത്, നമ്മൾ കാണാനും ഒക്കെ തന്നെയല്ലേ. ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. ഞാനത്
കണ്ടപ്പോൾ ഞാൻ ഇട്ടു അത്രയുള്ളൂ. പക്ഷെ ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല, ഞാനതങ്ങ് വിട്ടു. പക്ഷെ അത് ഇത്രയും വലിയൊരു പുലിവാലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അതിനകത്ത് എന്തൊക്കെയാ കഥകൾ കെട്ടിപ്പൊക്കിയതെന്നറിയോ. എന്നെ ക്രിസ് അടിച്ചു, അങ്ങനെ ഇങ്ങനെ, ഞാൻ റീച്ചിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്, മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഇവളും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം എന്ന്. നിങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ എന്താണ് പച്ച ജീവൻ ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ പച്ചക്ക് ഒരു മനുഷ്യന് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കുത്തി നോവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുത്തിപ്പൊക്കിയ ആൾക്കാർ ഇതുപോലെ അനുഭവിക്കുന്ന ഒരു ദിവസം വരും. അപ്പോഴേ ഇതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ചെയ്യാത്തൊരു തെറ്റ്, ഇപ്പം ഏട്ടൻ ഇപ്പൊ പുറത്തു പോയാല് ആ ഒരു കണ്ണിലാണ് ഇപ്പൊ കാണുന്നത്, അടിച്ച വ്യക്തി എന്നുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു എന്ന് വിചാരിച്ച് അതിനെ വേറെ രീതിയിൽ കെട്ടിപ്പൊക്കി ഇപ്പൊ ആ പാവം മനുഷ്യൻ പോലും എന്താണ് ഒരു തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇപ്പം ഒരു ക്രൂശിക്കപ്പെടുകയാണ്. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നത്? ഇങ്ങനെ പച്ചയായി പിച്ച് ചീന്തുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കഴുകന്മാര്? സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മളൊരു പോസ്റ്റ് ചെയ്ത് അതിനർത്ഥം ജീവിതം ചിന്തിച്ചിതറി എന്നാണോ? നമുക്ക് അപ്പൊ സങ്കടമുള്ള വീഡിയോ ഇടണ്ടേ? നമുക്ക് ഒന്നും ചെയ്യണ്ടേ? നമ്മൾ ഈ വ്ളോഗേഴ്സ് പറയുന്നത് രീതിയിലാണ് അപ്പൊ ജീവിക്കേണ്ടത്. അപ്പൊ നമുക്ക് തോന്നുന്ന രീതിയിലല്ലേ ജീവിക്കേണ്ടത്? ഇവരുടെ അടിമയായിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത്? ഇത് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല. സങ്കടം ഇട്ട ഒരു വീഡിയോ ഇട്ട അപ്പൊ തുടങ്ങും, സ്റ്റോറി ഇട്ട അപ്പൊ തുടങ്ങും. എന്തുവാ ഇത്? ആ എന്റെ ഏട്ടൻ ഇതുവരെ എന്നെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തിയല്ല. എന്നെ എന്താ പറയാ തല്ലിയിട്ടോ എന്നെ ദ്രോഹിച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല. എന്റെ ശരീരത്ത് പാട്, എന്നെ അടിച്ച പാട്, എന്തിനോ കൊണ്ട് അടിച്ച പാട് എന്നൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത്. ഈ ചില ആൾക്കാരുണ്ട്, ഈ വ്ളോഗേഴ്സ് പറയുന്നതാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന, അതാണ് സത്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വിശ്വസിക്കില്ല അവര്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടു, ഓക്കെ, അതുകൊണ്ട് കുറച്ച് പേർക്ക് അറിയാം ഇതാണ് സത്യം എന്ന്. അല്ലാതെ ഇവരിങ്ങനെ ഞാൻ ആ ഒരു വീഡിയോ പോലും ഇട്ടില്ലായിരുന്നെങ്കിൽ അവർ ആരും വിശ്വസിക്കില്ല. എന്നെ ക്രിസ് അടിച്ചു എന്ന് മാത്രമേ വിശ്വസിക്കുള്ളൂ. ഞങ്ങൾ പിരിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് മൊത്തം ആൾക്കാരും. ഞങ്ങൾ നന്നാവരുത്, ഞങ്ങൾ അടിച്ചു പിരിയണം എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഒത്തിരി ആൾക്കാരും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് എന്തോ വേൾഡ് റെക്കോർഡ് നേടുന്ന പോലെയാണ്. ക്രിസും ദിവ്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ വേൾഡ് റെക്കോർഡ് നേടുന്നത് പോലെയാണ്. ആരാണ് ആദ്യം വ്യൂവേഴ്സിന് ഉണ്ടാക്കിയെടുക്കുക, ആദ്യം ആർക്കാണ് റീച്ച് കിട്ടുക നോക്കി നടത്തുന്നത് പോലെയാണ് ഇവരുടെ ആ ഒരു പ്രകടനം. എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ ജീവിതം പച്ചയ്ക്ക് ഇങ്ങനെ പിച്ച് ചീന്തുന്നത് ഇവര്? എന്ത് ലാഭമാണ് ഇവര്? ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, എനിക്ക് ഇപ്പം എന്റെ മനസ്സ് എത്രത്തോളം നീറുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏട്ടന്റെ ഫാമിലിക്ക് എത്രത്തോളം മനസ്സ് നീറിയിട്ടുണ്ടോ, അതുപോലെ ഒത്തിരി നീറുന്ന ഒത്തിരി ഫാമിലീസുകളുണ്ട്. ഇങ്ങനെ വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒത്തിരി ഫാമിലീസുകളെ കണ്ണുനീര് ഇവരുടെ മേത്തൊക്കെ വീണിട്ടുണ്ടാവും. ഇതിന്റെ ഒക്കെ ശാപം ഉണ്ടാവും. സത്യമായിട്ടും ഇവിടുന്ന് അനുഭവിക്കാതെ കണ്ടു പോവില്ല. സത്യമായിട്ടും ഇല്ലാത്ത കഥകൾ കെട്ടിപ്പൊക്കുമ്പോൾ അതിൽ എത്രമാത്രം നമ്മൾ വേദനിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, കോളേജിൽ പോയിട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് മറ്റുള്ള കുട്ടികൾ ചോദിക്കുന്നത് അവരെ ഏത് കണ്ണിൽ കൂടെ കാണും? അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീട്ടിൽ എപ്പോഴും പ്രശ്നമാണോ, ഇങ്ങനെ അടിച്ച ന്യൂസ് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ അവരും ചോദ്യം ചെയ്യപ്പെടൂലേ? എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കാൻ നിൽക്കുന്നത്? ഇല്ലാത്ത കഥകൾ, ഉള്ളതാണെങ്കിലും ഓക്കെ പോട്ടെ, ഉള്ളതല്ലേ എന്ന് വിചാരിക്കാം. ഇതുകൊണ്ട് എന്താണ് ഇവർക്ക് ലാഭം? പിന്നെ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്. എനിക്ക് ഇനി എന്തോന്ന് റീച്ച് കിട്ടാനാണ്? റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ള രീതിയിലുള്ള വീഡിയോസുകളോ കാര്യങ്ങളോ ഞാൻ ഒന്ന് മാന്യമായ രീതിയിൽ തന്നെ വസ്ത്രങ്ങൾ ഇട്ട് തന്നെയാണ് ഞാനും റീൽസ് ഒക്കെ ഇടുന്നത്. അതിന് കിട്ടുന്ന റീച്ചൊക്കെ എനിക്ക് മതി. അല്ലാതെ കണ്ട് വെറുതെ എന്താണ് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ ഇടാറില്ല സത്യം പറഞ്ഞ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാം. ഇത് ഞാൻ കല്യാണം കഴിച്ച ഞാനും ഏട്ടനും നമ്മൾ കല്യാണം കഴിച്ചത് മുതൽ എല്ലാവരും ഞങ്ങളെ ഏറെ കയറ്റിയിരിക്കുകയാണ്. ഇതിലപ്പുറം റീച്ച് എന്താണ് അദ്ദേഹത്തിനോട് ഇതിന് മാത്രമൊന്നും നമുക്ക് ഒരു എന്താണ് പരിഹാസങ്ങൾ കിട്ടാനില്ലല്ലോ. അത്രയും പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയവരല്ലേ ഞങ്ങൾ എല്ലാവരും. ഇനിയെങ്കിലും നമ്മൾ വെറുതെ ശ്രീകുമാർ ഒരു നായ ഇതായിരുന്നു ദിവ്യ മാമിന് പറയാനുണ്ടായിരുന്നു. ഇനി ക്രിസ് വേണു അദ്ദേഹത്തിന് പറയാനുള്ള വോയിസുകൾ വെക്കാം. അത് ചോദ്യമാവില്ല അല്ലേ? അപ്പൊ മലയാളം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ശ്രീകുമാർ ഒരു നായോ എന്ന് ചോദിച്ചാൽ മാത്രമാണ് അത് ചോദ്യമാവുന്നത്.
അപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രീകുമാർ ഒരു നായ 3 ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമാന്യ ബുദ്ധി ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരു ബിഹേവിയർ മാത്രമാണ്. ഇതിപ്പോ എനിക്ക് 499 IPC അല്ലെങ്കിൽ BNS 395 വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഡിഫമേഷന് കേസ് കൊടുക്കാം. പക്ഷേ എന്റെ തരത്തിനുള്ള ആൾക്കാരല്ല ഇവരാരും. കാരണം ഏതോ വഴിയിൽ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശരിയാ ഇവർക്കിട്ട് പൊങ്കാലയിടാം എന്ന് പറഞ്ഞ് നടക്കുന്ന, പൊങ്കാലയ്ക്ക് ഡേറ്റ് പോലും ഇല്ലാത്ത ഇവരെല്ലാം ഞാൻ എന്താ പറയാ അല്ലേ? അപ്പോ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രം നടക്കുന്ന യൂട്യൂബേഴ്സ്. ഇപ്പൊ ഒരു യൂട്യൂബർ ക്രിസ്ത്യ വേണുഗോപാലും ദിവ്യ ശ്രീധറും വിവാഹമോചിതരായി എത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ പാട്ട് പാടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ ഒരു വക്കീലിന്റെ അടുത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊടുത്താൽ തന്നെ 5 ദിവസം കൊടുക്കും. ഞാൻ വക്കീലാണ്. അപ്പൊ 5 ദിവസമെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കും. ഡ്രാഫ്റ്റ് ചെയ്ത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി നമ്മൾ കോർട്ടിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ഹിയറിംഗ് ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിഡൻസിനെടുത്ത് അതെല്ലാം കഴിഞ്ഞ് കോർട്ട് ഗ്രാന്റ് ചെയ്ത് ഡിഗ്രി വരാൻ തന്നെ 1.5 മാസം 2 മാസം ഏറ്റവും കുറഞ്ഞ ഉണ്ടാവും. ഡിവോഴ്സ് നടക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 20 ദിവസം അത്രയുമെങ്കിലും എടുക്കുന്നത്. റീൽസ് ഇട്ടു, വൈകുന്നേരമായി, രാവിലെ ഡിവോഴ്സായി, ഇവര് വേർപിരിഞ്ഞു, അടിച്ചു തൊലഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടുന്ന ഈ യൂട്യൂബേഴ്സിന് ആഹാരം അല്ലല്ലോ ഇവര് കഴിക്കുന്ന. ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് പോസിബിൾ അല്ല. അപ്പൊ ഇത്രയ്ക്ക് പോലും വിവരമില്ലാത്തവർക്കെതിരെ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ ഈ കാണുന്ന ആൾക്കാരെ വിഡ്ഢികളാണ് എന്ന് വിളിച്ചു പോകുന്ന ഈ വ്ളോഗേഴ്സ് എല്ലാം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യും. അത്രയുള്ളൂ. എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അതായത് ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ, ജീവിക്കാനുള്ള മാർഗമില്ലാതെ കണ്ടവര് ഡിവോഴ്സായി എന്ന് കള്ളം പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന എന്താണ് ഫിലിം ടോക്സ് ബൈ സാം. ഈ സ്വന്തമായിട്ടൊരു മലയാളി പേര് പോലും ഇല്ലാത്ത ഈ ഫിലിം ടോക്സ് ബൈ സാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിലിം ടോക്സ് ഒന്നും അല്ല, ഇത് ഞങ്ങളുടെ ജീവിതമാണ്. ഈ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫിലിം ടോക്സ് ബൈ സാം വന്ന് സംസാരിക്കണം എന്ന് എനിക്കറിയില്ല. ഈ സാമിന് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോടതി ചെന്ന് അറിയാം എത്ര സമയം എടുക്കും ഓരോ കാര്യത്തിനും. അത് ചുമ്മാ അങ്ങ് ഒരാൾ വന്നു, അതേ ഒരാൾ വന്നിരുന്നു, നമുക്ക് ഇയാൾക്ക് ഡിവോഴ്സ് കൊടുത്താലോ, കൊടുക്കാം, കൊണ്ടുപോക്കോ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ അവിടെ ഉരുട്ടി വെച്ചിരിക്കുക അല്ലല്ലോ ഡിവോഴ്സ്. അതൊരു പ്രൊസീജിയറാണ്, ഒരു ലീഗൽ പ്രൊസീജിയറാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ലീഗൽ നോളജ് എങ്കിലും ഇല്ലാത്ത, ഇതുപോലെ സാമാന്യ ബുദ്ധി ഇല്ലാത്ത, മലയാളം അറിയാത്ത, ഉത്തരം എഴുതി വെച്ചിട്ട് 2 ചോദ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് ചോദ്യമാവെന്ന് വിചാരിക്കുന്ന അതപ്പതിച്ച സംസ്കാരമില്ലാത്ത ഇവരോടെല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു, രാജ് ടോക്സിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വേറെ കുറെ ആൾക്കാർ, എനിക്ക് മെസ്സേജേ അയക്കാത്ത, എൻ്റെ അടുത്ത് സംസാരിക്കാത്ത ചെയ്യാത്ത ആൾക്കാർ എന്റെ ചാറ്റ് വിൻഡോ കാണിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല. ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ റിപ്ലൈ ചെയ്യും? എനിക്കൊരു ചോദ്യം വന്നിട്ടില്ല. അപ്പോ ഇവരെല്ലാം കണ്ണാടിയും വെച്ച് മറ്റേ ഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇന്ന് ആരെ കൊല്ലാം, ഇന്ന് ആർക്കിട്ട് പണിഞ്ഞിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാന്ന് മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. ഞാൻ എന്തായാലും എന്റെ നെഞ്ചത്ത് പൊങ്കാലിടാൻ അടുപ്പൊന്നും വെച്ചു കൊടുത്തിട്ട ആൾക്കാർക്ക് എനിക്ക് ഇവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇത്രയും സംസ്കാരം ഇല്ലാതായി പോയല്ലോ. ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാവം, ഇവര് നന്നാവട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് മലയാളവും അറിയില്ല, സംസ്കാരവും ഇല്ല, ഇവർക്ക് ബേസിക് ലീഗൽ നോളജും ഇല്ല, ഇവർക്ക് എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദയില്ല, അല്ലെങ്കിൽ ഉള്ളതാണോ എന്ന് ചോദിക്കാനോ അറിയാനോ ഉള്ളതില്ല. നാച്ചുറലായിട്ട് ഒരു സ്റ്റിൽ, അപ്പൊ ആ സ്റ്റില്ല് നടന്നു തിരിഞ്ഞു എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റില്ല് നടക്കില്ല എന്നും കൂടെ ഒന്ന് ആലോചിക്കണം. റീൽസിൽ ഇട്ടിരിക്കുന്നത് സ്റ്റില്ലാണ്. ആ സ്റ്റില്ല് മോഹൻലാലിന്റെ ശബ്ദം ഞാൻ തോറ്റു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്റെ കുഞ്ഞുമോള് പറയണേ? അതിൽ മരിച്ചുപോയ തിലകന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതെന്റെ അച്ഛനാന്ന് പറയുമല്ലോ ഇവരിങ്ങനാണെങ്കിലും. എനിക്ക് കുഞ്ഞുമോൾ ഇതുവരെ മോഹൻലാലിന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ കേട്ടില്ല. എന്റെ കുഞ്ഞുമോള് ഒരിക്കലും മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. മോഹൻലാലിന്റെ ശബ്ദത്തിൽ ഒരു റീൽസ് വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുമോള് പറഞ്ഞതാണ്, കുഞ്ഞുമോള് തോറ്റുപോയി എന്നൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവരൊക്കെ എന്തായിരിക്കും വിചാരിക്കണം? കഷ്ടം. എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഇവരോട്. കാരണം ഇവർക്ക് മോഹൻലാലിന്റെ ശബ്ദം അറിയില്ല. ഇവര് മനസ്സിലാക്കി വെച്ചിരിക്കണം ദിവ്യ ശ്രീധർ സംസാരിക്കണം മോഹൻലാലിന്റെ ശബ്ദത്തിലാണ്. അപ്പൊ റീൽസ് ഏതാണ്, റിയൽ ഏതാണെന്ന് അറിയാത്ത, ലീഗൽ നോളജ് ഇല്ലാത്ത, സംസ്കാരമില്ലാത്ത, മലയാളം അറിയാത്ത, നട്ടല്ലില്ലാത്ത ഇവരോടെല്ലാം എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോ താങ്കളോട് പറയുന്നതിന്റെ റീസൺ ഇതൊക്കെയാണ്. സോഷ്യൽ മീഡിയ എന്നുണ്ടെങ്കിൽ ഇത് ചവിറ്റുകൊട്ടയല്ലേ, ഇതിലേക്ക് ആരെങ്കിലും ഒക്കെ തിരിച്ചു നോക്കൂ. ബിക്കോസ് ചവറ് മാത്രം തുപ്പുന്ന കുറെ ആൾക്കാര്,
എന്ത് വേണമെങ്കിൽ തോന്നിയ മാസം വിളിച്ചു പറയാം, അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ വേറെ കുറെ ആൾക്കാരും അതിന്റെ താഴെ വന്ന് ആണോ ഇത് എനിക്ക് അന്നേ അറിയായിരുന്നു എന്ന് പറയുന്ന കമന്റ് ചെയ്യുന്ന നട്ടലില്ലാത്ത വേറെ കുറെ ജന്മങ്ങൾ, സ്വന്തം പേരില്ലാത്ത വേറെ ആരുടെയോ പേരൊക്കെ വെച്ച് അതിന്റെ പുറകെ ഒളിച്ചിരുന്ന് ചീത്ത വിളിക്കുന്ന കുറെ ആൾക്കാർ, ഇവരെല്ലാം കൂടി ചേർന്ന ഒരു ലോകം, അതിന്റെ പേര് സോഷ്യൽ മീഡിയ. ഐ റിയലി പിറ്റി ദം. എനിക്ക് ഒരു ബേസിക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് ഇവരോട് കളയാനുള്ളതല്ല. കാരണം ഇവർക്ക് പറഞ്ഞ വാക്കിന് വിലയോ നട്ടല്ലോ സംസ്കാരമോ ലാംഗ്വേജ് നോളജോ ലീഗൽ നോളജോ അല്ലെങ്കിൽ ഒരു എത്തിക്കറ്റോ ഒരു സംസ്കാരം എന്ന് പറഞ്ഞ ഒരു ഭാരതീയൻ എന്നുള്ള ആ ഒരു സംസ്കാരം പോലും ഇല്ലാത്ത, കണ്ടവന്റെ കിടപ്പുമുറിയിൽ എന്താ നടക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അതെല്ലാം വിളമ്പാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാർ. അത് റിയാക്ഷൻ ആത്രേ അവരുടെ. എന്തിന്റെ റിയാക്ഷൻ? ഞങ്ങൾ സ്നേഹമായിട്ടിരുന്നാലോ ഞങ്ങൾ വഴക്ക് കൂടിയാലോ ഞങ്ങൾ ആഹാരം കഴിച്ചാലോ കഴിച്ചില്ലേലോ അതിൽ വേറൊരാൾ ചോദിക്കുന്നു, ചേച്ചിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്നാ പറയൂ, അത് ഞങ്ങൾ തീർത്തു തരാം. ഇവനൊക്കെ ഇതിന് മുന്നേ കുഞ്ഞുമോള് കഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നാവോ? ഈ റിയാക്ഷൻ വീഡിയോ പറയുമ്പോ പറയട്ടെ വരട്ടെ വേഗം വരട്ടെ. ഞാനത് കണ്ടത് എനിക്ക് ചിരിയാവുന്നു. ഇവന് കുഴപ്പം മാത്രമാണ് വേണ്ടത്. ഇവനൊക്കെ ആഹാരത്തിലും എന്തെങ്കിലും അമേധ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുള്ളൂ. കാരണം ഇവൻ ആഹാരമല്ല വേണ്ടത്. കാര്യം പറയുന്ന ഒന്നും കേൾക്കണ്ട, ആ പ്രോബ്ലം മാത്രം മതി. ഇവരെയൊക്കെ എനിക്ക് ഐ റിയലി ഫീൽ ദാറ്റ് they've gone to a level where we cannot even think of culture in this world. അത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവമുള്ള, ഒരു രീതിയിൽ എത്തിക്സ് ഇല്ലാത്ത കുറെ ആൾക്കാർ. ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങ് ചൂടായിപ്പോയി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. ഇവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ എന്ത് ചെയ്യാനാ? അത്രയ്ക്ക് വൃത്തികേടാ. ഇവരെ തൊട്ട് ഞാൻ അവരുടെ കൈ നാറും. ഐ റെസ്പെക്ട് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ചുമ്മാ അവിടെ വെച്ച് കളിക്കാനുള്ളതല്ല. ലീഗൽ സിസ്റ്റം ചുമ്മാ വെച്ച് കളിക്കാനുള്ളതല്ല. ഇവർക്ക് തോന്നിയ പോലെ പറയാനുള്ളതല്ല. രാവിലെ ആകുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇന്ന് എവന്റെ നെഞ്ചത്ത് പൊങ്കാലിടാന്ന് പറഞ്ഞ് എന്തെങ്കിലും ഡയലോഗ് അടിക്കുന്ന ഇവരോടെല്ലാം എനിക്കൊന്നും പറയാനില്ല. ലെറ്റ് ദം ഡു വാട്ട് ദേ ഫീൽ ലൈക്ക്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ബിക്കോസ് ദേ ആർ നോട്ട് വർത്ത് ഇറ്റ്. എന്റെ തരത്തിലുള്ള ആൾക്കാരല്ല ഇവര്. തരത്തിൽ പോയി കളിക്കട്ടെ, അവരുടെ തരത്തിൽ കളിക്കട്ടെ. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഇത് വീഡിയോക്കകത്ത് വെക്കാലോ അല്ലേ? ധൈര്യമായിട്ട് വെച്ചോ. ഓക്കെ ഓക്കെ. പിന്നെ പറഞ്ഞത് ഇത് എനിക്കിവിടെ ബാധകമാണ്, ഞാനിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല സത്യമാണ്. ഞാൻ ശിവനോട് കുറെ സംസാരിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞുണ്ടോ? ഇല്ലില്ല, ഞാനിതിപ്പോ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇത് നേരത്തെ എനിക്ക് ഇതുപോലത്തെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനത് രാജ് ടോക്സ് പറഞ്ഞു ദിവ്യയെ ക്രിസ് അടിച്ചു, എന്നിട്ട് ഒരു ഇമോജി കഴിഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട അവന്റെ അച്ഛൻ വന്നിട്ട് അതിനെ ചോദ്യം ആക്കുവോ? ആ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ദിവ്യയെ ക്രിസ് അടിച്ചോ എന്നാണ് മലയാളം, അല്ലേ? അതല്ലേ മലയാളം? അപ്പൊ തമ്പില് അങ്ങനെ ഇട്ട്, അത് ഞാൻ തമ്പിലാണ് ഇട്ട്, വീഡിയോയിലില്ല. വീഡിയോ അല്ലാതെ തമ്പ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ മുറ്റത്താണോ കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചു. ആ വീഡിയോക്കകത്തല്ലേ തമ്പ് വരണേ? ആ തമ്പ് കണ്ടിട്ടല്ലേ ആൾക്കാർ വീഡിയോ കാണണേ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ വീഡിയോ. എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാം. എന്നാ ഡിലീറ്റ് ചെയ്യട്ടെ. ചെയ്യോ? എവിടെ? കാരണം ഇത് വെച്ച് മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന, അഷ്ടിക്ക് പോലും വകയില്ലാതെ തെണ്ടി നടക്കുന്ന ആൾക്കാരൊന്നും എന്റെ തരത്തിലുള്ള ആൾക്കാരല്ല. കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം. ഞാൻ മര്യാദയ്ക്ക്, ഞാൻ മാന്യമായിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് പേഷ്യൻസ് ആയിട്ട് വരുന്നവരുടെ ഇന്ന് പൈസ വാങ്ങിക്കാറില്ല. എനിക്ക് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ്, അത് അവരുടെ മെന്റൽ ഹെൽത്ത് ക്ലിയർ ചെയ്യുന്നതിൽ ഞാൻ പൈസ വാങ്ങിക്കാതെ, ഞാൻ എന്റെ പേഷ്യൻസിനോട് ചോദിച്ചറിയാം, അവരുടെ ഞാൻ പൈസ വാങ്ങിക്കാറില്ല. വോയിസ് ഓവർ ചെയ്യുന്നത് പോലും ഞാൻ എന്റെ വർക്കിന്റെ ഇതനുസരിച്ച് അവരുടെ ബഡ്ജറ്റ്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആരെയും പറ്റിച്ചോ അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞോ കള്ളം പറഞ്ഞോ ഒന്നും ഞാൻ പൈസ ഉണ്ടാക്കാറില്ല. ഈവൻ ഒരു സ്കൂളിൽ എന്നെ വിളിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞുമോളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ സ്ഥിതി അനുസരിച്ച്, ഒരു വലിയ പ്രൈവറ്റ് സ്കൂളാണ്, ഇഫ് ദേ ക്യാൻ അഫോർഡ് ദെൻ ഇറ്റ്സ് ഫൈൻ. ഗവൺമെന്റ് സ്കൂളാണ്, പൈസ ഇല്ല, നോ പ്രോബ്ലം. കുട്ടികൾ നന്നായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതെന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. അതില്ലാത്ത ചുമ്മാ വഴിയെ പോകുന്ന ആരെ നോക്കിയാലും അവർക്ക് കുത്തുണ്ടോ വെട്ടുണ്ടോ നോക്കിയിട്ട് അത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ഇടുന്നത് തെറ്റാണ്. അല്ല, അതിപ്പോ ശിവ പറഞ്ഞു, അത് കണ്ടാ മനസ്സിലാവുന്നില്ലേ അതിങ്ങനെ ഉള്ളതാന്ന് അവർക്ക് എടുത്തിടേണ്ട ആവശ്യമില്ല. അത് കണ്ടാ മനസ്സിലാവുന്നില്ല. അല്ല, അതിൽ എനിക്ക് ചിരി വരുന്നതെന്ന് പറഞ്ഞാല് ഇവരെല്ലാം കൂടെ ചട്ടകം പഴിപ്പിച്ച് വെച്ചതാണ്, അല്ല കുട്ടകം എടുത്തെറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ ഇവര് കണ്ടുപിടിച്ചിരിക്കണേ? അല്ല ഇതില് ഇവർക്കൊക്കെ മുഖത്ത് വാ കീറിയ ദൈവം എന്ന് പറഞ്ഞാൽ കത്തിയിട്ട് കയറിയതാണോ ബ്ലേഡ് ഇട്ട് കയറിയാണോ കണ്ടുപിടിക്കണല്ലോ. ഇവെന്തോ പറഞ്ഞു,
അല്ല നേരത്തെ പറഞ്ഞതൊക്കെ ഇപ്പൊ ഞാനും ഇതേ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എനിക്ക് ഇതുപോലത്തെ തെറ്റുകൾ നേരത്തെ പറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് തെറ്റാണ് എന്ന് അവര് സമ്മതിക്കില്ലല്ലോ. അല്ല ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്റെ കൂടെ ഇത് പറഞ്ഞതാ. അപ്പം എനിക്ക് നേരത്തെ ഇത് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തുടക്ക സമയങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട്. പിന്നെ മാക്സിമം ഇങ്ങനത്തെ ഒരു തെറ്റ് വരാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർക്ക് മാത്രമല്ല എനിക്കൂടെ ബാധകമാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അത് ഞാൻ ആ രീതിയിൽ തന്നെ എല്ലാ ഇല്ലില്ല വിമർശനങ്ങൾ നമുക്കും വരേണ്ടുന്നതല്ലേ. ഇപ്പം അത് പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് ആണ്, അത് എനിക്കും ബാധകമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പൊ റിയാക്ഷൻ ഞങ്ങളെല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പുള്ളിയും റിയാക്ഷൻ വീഡിയോ ഞാനും റിയാക്ഷൻ വീഡിയോ. അപ്പൊ ഇതെല്ലാം ഞാനും മനസ്സിലാക്കണം. അത് എനിക്കൂടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ ഇതിനെ എടുക്കുന്നത്. ശിവ, ഒരു കാര്യം അറിയണം. ഇപ്പൊ ഡിഫമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്. അത് 499 IPC-ലാണ് വരുന്നത്. ഈ 499 IPC-യിൽ സമൂഹത്തിൽ നിലയോ വിലയോ എന്തെങ്കിലും രീതിയിലുള്ള ഒരാളുടെ നിലയോ വിലയോ കുറയാൻ സാധ്യതയുള്ള റിട്ടൺ, പബ്ലിഷ്ഡ് അല്ലെങ്കിൽ സ്കൾപ്ചർ അല്ലെങ്കിൽ ഇമേജ് വേർഡ്സ്, ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ സാമൂഹിക സ്ഥിതിയിൽ കുറവ് വരുത്തുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി മൂന്നാമതൊരാൾ അറിയെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഡിഫമേഷൻ ആയിട്ട് ഫയൽ ചെയ്യാം. എന്ന് വെച്ചാൽ തമ്പിൽ ദിവ്യയെ ക്രിസ് അടിച്ചു എന്ന് പറയുന്നത് എന്നെ ഡിഫെയിം ചെയ്യുന്ന ഒരു ആക്ടാണ്. 3 കോടി രൂപ 10 വർഷം കഠിന തടവ് ഈസി ആയിട്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അവന്റെ കുടുംബം എന്താവും? ഈ 3 ചാനൽ വെച്ച് നടത്തുന്ന അവന്റെ കുടുംബം എന്താവും? എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. ഇവന്റെ ഒന്നും വീട്ടില് അടുപ്പ് അണച്ചിട്ടല്ല ഞാൻ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്. ഞാൻ ആഹാരം കഴിച്ചാലും കഴിച്ചില്ലേലും വേറൊരാൾ വിശന്നിരിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇതുവരെ ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ ചീത്തയും കേൾക്കും. എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. ആര് ചീത്ത പറഞ്ഞാലും എനിക്കത് പ്രശ്നമില്ല. പക്ഷെ ഐ ആം സോഷ്യലി റെസ്പോൺസിബിൾ. ഐ എം നോട്ട് ഇറസ്പോൺസിബിൾ ലൈക്ക് ദീസ് പീപ്പിൾ. ചുമ്മാ അവര് വെല്ലുവിളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാം. എന്നാ തമ്പിലുണ്ട്, അത് വീഡിയോന്റെ ഭാഗമാണ്. എന്നാ ചാനലൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കട്ടെ.